ഹലോ ബ്രോസ്. അപ്പോൾ നമ്മളിന്ന് ബാംഗ്ലൂരാണുള്ളത്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഈ റൈഡർ പ്രോയുടെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ബാംഗ്ലൂരിലെ ഈ ഒരു എയർപോർട്ട് റോഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റോഡ് ചെന്ന് മുട്ടുന്നത് എയർപോർട്ട് റോഡിലാണ്. അപ്പോൾ ഇവിടെ ആ റോഡിൽ കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും, ട്രാഫിക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് പോകുന്നത്. അപ്പോൾ അത് കാണുന്നതാണ് എയർപോർട്ട് റോഡ്. ലെഫ്റ്റിലേക്ക് പോയാലാണ് മെജസ്റ്റിക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നത്. മൈസൂർ റോഡ്, എം ജി റോഡ് എല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. ഈ റോഡിൽ ഈ ഒരു ജംഗ്ഷനിൽ കുറച്ചൊരു തിരക്കുണ്ട്. കാരണം ഇത് വേറെ ഡയറക്ഷനിലേക്ക് പോകുന്ന റോഡായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഇതിന് താഴെ കാണുന്നില്ലേ, നല്ല മനോഹരമായിട്ട് വാൾ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ഒരു റോഡ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഒരു റോഡ് ഇങ്ങനെ വാൾ പേപ്പറിലൊക്കെ അടിച്ച് വെച്ചാൽ, കളറൊക്കെ അടിച്ച് വെച്ചാൽ കാണാൻ ലുക്കുണ്ട്, നല്ല വൃത്തിയുണ്ട്, നീറ്റ്നെസ് ഉണ്ട്. അതേപോലെ ഈ ഡിവൈഡേഴ്സ് നോക്ക്, പുല്ലാണ്, അങ്ങനെയെല്ലാം വെച്ച് ചെത്തി മിനുക്കിയ ഒരു റോഡ്. അപ്പോൾ ഇതിന് വിശേഷതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് പാലസ് ഗ്രൗണ്ടാണ്. പാലസ് ഗ്രൗണ്ടിൽ സ്നോ സിറ്റി ഉണ്ട്, പിന്നെ ഫൺ വേൾഡ് ഉണ്ട്, അതേപോലെ കുറേയേറെ ഈ ഒരു കല്യാണങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളില്ലേ, അതൊക്കെയുണ്ട്. അത് 5-10 എങ്ങാനുണ്ട്. കാരണം ആ ഒരു വലിയൊരു വിസ്തൃതിയാർന്ന ഏരിയയിൽ ചില കമ്പനികൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതിന് റൈറ്റ് സൈഡിലാണ് കോടീശ്വരന്മാരും മിലിറ്ററി സിനിമ സ്റ്റാറുകളും താമസിക്കുന്ന സദാശിവ നഗർ. അതിൽ എത്രയോ ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലിയുള്ള ഏരിയ. അപ്പോൾ അതിന് താഴെ നമുക്ക് മല്ലേശ്വരം പാലസ് കുട്ടഹള്ളി വരും. അപ്പോൾ പാലസ് കുട്ടഹള്ളി എന്ന് പറയുന്നത് പാലസ് ഗ്രൗണ്ട് ഈ ലെഫ്റ്റ് സൈഡിലും, കുട്ടഹള്ളി എന്ന് പറയുന്ന സ്ഥലം റൈറ്റ് സൈഡിലുമാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ തന്നെയാണ്, ഈ ഒരു സെൻറ്ററിൽ തന്നെയാണ് ITC ഹോട്ടൽ, അതേപോലെ അശോക, പിന്നെ ഈ CML താമസിക്കുന്ന ഗവൺമെൻറ് ഹൗസ്, ഗസ്റ്റ് ഹൗസ് എല്ലാം ഈ ഒരു റോഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി ഇവിടം വരെ ഈ ഒരു പാലസ് ഗ്രൗണ്ടിൻ്റെ വിസ്തൃതിയുണ്ട്. അതിൻ്റെ ഇടക്കാണ്, ചെറിയൊരു സ്ഥലത്താണ് ഈ ബോഡയാർ നിർമ്മിച്ച പഴയ ഒരു കൊട്ടാരം ഉള്ളത്. അത് വളരെ വർഷങ്ങൾക്ക് മുന്നിലാണ് നിർമ്മിച്ചത്. അപ്പോൾ അത് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ നല്ല അതിമനോഹരമായി വൃത്തിയോടെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. കാരണം റോഡുകളും പിന്നെ ഡിവൈഡറുകളും പിന്നെ വാളുകളും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് വസന്ത നഗറാണ്. ഇതിന് മുന്നിൽ വസന്ത നഗർ എന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു പാലസ് ഗ്രൗണ്ടിലേക്ക് കയറുകയാണ്, ഈ ഒരു എൻട്രിയിലേക്ക് കൂടി. അപ്പോൾ ഓട്ടോക്കാരിൽ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ടാക്സി ആയതുകൊണ്ട് അതിൻ്റെ എൻട്രി ഇല്ലെന്ന് തോന്നുന്നു. ഓട്ടോക്കാർക്ക് എൻട്രി ഉണ്ടാവില്ല. അങ്ങനെ പാലസ് ഗ്രൗണ്ടിൻ്റെ ഈ ഒരു എൻട്രിയിലേക്ക് കൂടി കയറുമ്പോൾ നമുക്ക് നല്ല അതിമനോഹരമായ ഗ്രൗണ്ടാണ് കാണുന്നത്. കുറേ മരങ്ങളും പുൽത്തകിടിയൊക്കെ ചേർന്നത്. അത് നേരെ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു പാലസ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു സ്ഥലം. ഈ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണിത്. ഇതിൽ ചെറിയൊരു സ്ഥലത്താണ് ഈ ഒരു പാലസ് ഉള്ളത്. ഈ വളരെ പഴയ കാലത്തുള്ള പാലസ്. അപ്പോൾ ഈ ഒരു പാലസിൻ്റെ പ്രത്യേകത, രാജാവിന് ഫാമിലിക്ക് താമസിക്കേണ്ട പാലസും അത് അവരുടെ സുരക്ഷയ്ക്കുള്ള സെറ്റപ്പുകളൊക്കെയുള്ള ഒരു പാലസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലുള്ള സ്ഥലങ്ങളിൽ തോക്കിയേന്തിയ കാവൽദാരികൾ നിലയുറപ്പിച്ചിട്ടുണ്ടാകാം. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ മുന്നിലുള്ള ഈ ഒരു ഗാർഡൻസും. അപ്പോൾ ഗാർഡൻസൊക്കെ നല്ല മനോഹരമായി തന്നെയുണ്ട്. അതിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല. കയറിയാൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പുറത്തുനിന്നുള്ള ഈ ഒരു കൊച്ചു വീഡിയോകൾ മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനെയാണ്
റൈഡർ ഇപ്പോൾ പുറത്തുനിന്ന് മാത്രം എടുക്കുന്നത്. അപ്പോൾ നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് കൊട്ടാരം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മലയാള സിനിമ ഒരു കുറച്ച് കാലം മുന്നേ ഇറങ്ങിയ കസിൻസ് എന്ന മലയാള സിനിമയിലെ ഒരു ഗാനരംഗം ഇതിൻ്റെ മുന്നിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചർ വളരെ മനോഹരമാണ്. അതൊക്കെ കാണാനുണ്ട്. പുറത്ത് നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വീഡിയോയിൽ ഉള്ളിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പുറമേയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ഒന്ന് കുറച്ചും കൂടി വിശാലമായി കാണും. ഇതിൻ്റെ ഫ്രണ്ടിൽ ചുമരുമ്പിൽ മറ്റേ വള്ളി പോലുള്ള ചെടി പടർത്തിയതാണ് കാണുന്നത്. നല്ല മനോഹരമായിട്ടുണ്ട്. അതാണ് ഈ ഒരു പാലസ്. അപ്പോൾ നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തെന്നൊക്കെ അറിയാം. കുറച്ച് ആൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ഇന്ത്യൻ സിറ്റിസന് 300 രൂപയും ഫോറിനേഴ്സിന് 500 രൂപയും വേണം. അപ്പോൾ ഇതിൻ്റെ വരാന്തയാണിത്. നല്ല ലുക്കോട് കൂടി ഗ്ലാസ്സൊക്കെ ആക്കിയിട്ടുള്ള ഒരു വരാന്ത. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. അതൊക്കെ നല്ല ചെത്തിമിനുക്കിയ സ്റ്റോണുണ്ട്. നല്ല കവാടവും പിന്നെ എല്ലാം ചുറ്റും കാണുന്ന തരത്തിലുള്ള ഒരു വരാന്ത നമുക്കിവിടെ കാണാൻ പറ്റി. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ലിവിങ് റൂമാണത്. അപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പാടില്ല. അത് മനോഹരമായി നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ശില കല്ല് എന്ന് പറയുന്നത് പണ്ട് കാലം ചെത്തിമിനുക്കിയ ഒരു കുറച്ച് കല്ലുകളാണത്. ബാംഗ്ലൂർ കല്ലുകളെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇന്നത്തെ കാലത്ത്. ഇതൊക്കെ നമ്മൾ നാട്ടിൽ ഈ ഒരു മുറ്റത്തൊക്കെ ഇടാൻ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരു വേർഷൻ നല്ല കുറച്ച് പരുപരുത്തുള്ള കല്ലുകൾ. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കൊട്ടാരത്തിനെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഗാർഡൻസും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ പരിപാലിക്കുന്നത് ഗവൺമെൻറ്, കർണാടക ഗവൺമെൻറ്റും വോഡയർ ഫാമിലിയും ഒക്കെയാണ്. അപ്പോൾ അതങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വോഡയർ ഫാമിലി ഒരു പക്ഷേ മൈസൂരിലാണ് താമസം, ഇങ്ങോട്ടേക്കൊന്നും വരാറില്ല. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വസന്ത നഗറിലേക്കുള്ള ഒരു യാത്ര. നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വിധാൻസൗധയും മറ്റുള്ള കാഴ്ചകളും ഉള്ളത്. അതായത് പാർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാനെന്നുള്ള വിചാരത്തിൽ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം നല്ല കാണുന്നില്ല, നല്ല ഗ്രീനറിയാണ്. കാരണം രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് ഒളിപ്പിച്ചിട്ട് ഡിവൈഡറൊക്കെ മരം വലുതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം, യാത്രയും ആസ്വദിക്കാം. ഇതൊരു ഷാങ്ഹായ് ടവറാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഹോട്ടൽസും ഓഫീസസുമാണ് ഉള്ളത്. ഇതൊക്കെ ഒരു ഐഡിയൽ ലൊക്കേഷനാണ് ബാംഗ്ലൂരിൻ്റെ. അങ്ങനെ വസന്ത നഗറിലേക്ക് കൂടി നമ്മൾ കുറച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇവിടുന്ന് റൈറ്റിലേക്ക് കൂടി തിരിയണം. അപ്പോൾ ചില കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ട് റോഡിലേക്ക് വീണ്ടും മുട്ടുകയാണ്. കാരണം ഒരുപാട് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഗോൾഫ് കോഴ്സ് ഉള്ളത്. അതാണ് കാണുന്നത്. പക്ഷെ മരങ്ങൾ ചുറ്റപ്പെട്ടത് കൊണ്ട് തന്നെ കാടായി വളർന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. പുതിയ പുതിയ ഓഫീസസും ഇവിടെ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സിഗ്നലുണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊക്കെ മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഗസ്റ്റ് ഹൗസുകളാണ് കർണാടക ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് റൈറ്റിലേക്ക് പോയാൽ മെജസ്റ്റിക്, അങ്ങനെ മൈസൂർ റോഡൊക്കെ പോകാം. സ്ട്രെയിറ്റ് പോയാൽ MG റോഡ്, ശിവാജി നഗർ അങ്ങനെ പോകാം. പിന്നെ ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മൾ വന്ന റൂട്ടിലേക്ക് പാലസ് കൊട്ടാരം, പിന്നെ നമ്മളതേ വന്ന റൂട്ടിലേക്ക് കൂടി തന്നെ പോകാം. അതായത് യശ്വന്ത്പുര ആ റൂട്ടിലേക്ക്, എയർപോർട്ട് റോഡ് ഒക്കെ ഈ ലെഫ്റ്റിലേക്ക് കൂടി പോകാം. അപ്പോൾ ഇത് നമ്മൾ സെൻറ്ററിലാണുള്ളത്. അപ്പോൾ നമുക്കിനി പോകേണ്ടത് വിധാൻസൗധയാണ്. വിധാൻസൗധയിലെ ചെറിയ ചില കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള പാർക്കിലെയും ചില കാഴ്ചകൾ. അപ്പോൾ ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതാണ് കാരണം. ഈ ഒരു വെയിറ്റ് ചെയ്യൽ കൊണ്ട് തന്നെ നമുക്കൊരു ചിലറെ മടുപ്പ് തോന്നി. കാരണം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു 2 മിനിറ്റ് കൂടുതൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വളരെ മടുപ്പാണ്. അങ്ങനെ വീണ്ടും ഒരു ട്രാഫിക് ഇവിടുന്ന് എസ്കേപ്പായി. ഇവിടുന്ന് ഒരു പക്ഷേ നമ്മൾ സ്ട്രെയിറ്റ് ആയിരുന്നു പോകേണ്ടിരുന്നത്. പക്ഷേ നമ്മൾ
റോങ് ആയിപ്പോയി. അപ്പോൾ ആ കാഴ്ച നമുക്ക് പിന്നീട് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് മറ്റൊരു സർക്കിളിലാണ്, ചാലുക്യ സർക്കിൾ എന്ന് പറയും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോസുമായി വരാം, പുതിയ കാഴ്ചകളിലേക്ക്. റോഡ് തെറ്റായിപ്പോയി. അപ്പോൾ വെയിറ്റ് ചെയ്യുക. റൈഡേഴ്സ് ബ്രോ സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക. താങ്ക് യു.